പന്തീരാങ്കാവിൽ ക്രൂരമർദ്ദനമേറ്റ നവവധു ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകൾ 24-ന് ലഭിച്ചു. പെൺകുട്ടി ഭർത്താവിൽ നിന്ന് ക്രൂര ആക്രമണം നേരിട്ടുവെന്നാണ് ഡോക്ടറുടെ കുറിപ്പ്. CT സ്കാനിനും എല്ലുരോഗ വിദഗ്ധനെ കാണാനുമായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. അഭിജിത്ത് മുഴക്കുന്ന് ഈ വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവന്ന അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് ഈ പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് ഈ ഫറോക്കിലെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞത്? ഈ പെൺകുട്ടി ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുകയാണോ? അദ്ദേഹത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വിവരം? ഗോപി, ഈ മാസം 12-നാണ് ഈ യുവതിയുടെ ബന്ധുക്കൾ പന്തീരങ്കാവ് സ്റ്റേഷനിലെത്തുന്നത്. ആ സമയത്ത് പോലീസ് അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഡോക്ടറെ കാണിച്ച കുറിപ്പടിയുമായി എത്താനാണ്. തുടർന്ന് ഇവർ ഫറോക്ക് താലൂക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടുന്നു. ആ സമയത്ത് ഡോക്ടറുടെ കുറിപ്പടിയാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് നെറ്റിയിൽ ഇടികൊണ്ട് ചതഞ്ഞതിന് സമാനമായ പാടുകളുണ്ട്, ചുണ്ടിലും കഴുത്തിലും കൈക്കും പരുക്കെന്നും ഈ ഡോക്ടറുടെ കുറിപ്പടിയിൽ പറയുന്നു. ഒപ്പം ഭർത്താവിൽ നിന്ന് ഈ യുവതി ശാരീരികമായ ആക്രമണം നേരിട്ടു എന്നുള്ള കാര്യം കൂടി ഈ ഡോക്ടറുടെ കുറിപ്പടിയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ CT സ്കാനിനും എല്ലുരോഗ വിദഗ്ധനെ കാണിക്കാൻ കൂടിയുള്ള നിർദ്ദേശം ഈ കുറിപ്പടിയുടെ ഭാഗമായി ഉണ്ട്. അതായത് കൃത്യമായ രീതിയിൽ ഈ പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് വിധേയായിട്ടുണ്ട് എന്നുള്ള കുറിപ്പടിയാണിത്. പക്ഷേ അപ്പോഴും ഈ FIR-ൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 വകുപ്പുകളാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് രേഖപ്പെടുത്തിയത് IPC 324-ഉം 498-ബിയുമാണ്. എന്തുകൊണ്ട് വധശ്രമത്തിന് ആ ഘട്ടത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ള ചോദ്യം ഒന്നുകൂടി ചോദിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഈ പുറത്തു വന്ന ഈ ചികിത്സാ രേഖകൾ. ഒരുപക്ഷേ ഈ നമ്മൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തയുമായി ഈ ഒരു സംഭവത്തെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പ്രതി നിലവിൽ വിദേശത്തേക്ക് മുങ്ങി എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിയെ വിദേശത്തേക്ക് പോകാൻ സഹായിക്കുന്ന തരത്തിലുള്ള FIR ആണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി. പെൺകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഡോക്ടർ തന്നെ അന്ന് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്നും ഡോക്ടർ കുറിപ്പടി നൽകിയിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന് നൽകിയത് കോഴിക്കോട്ട് നിന്ന്.